മാർഷൽ, വളരെ ശക്തമായ ഭാഷയിലൊക്കെ പലതും പറയുന്നു. തീവ്രവാദിയാണെന്നതിന് തെളിവുണ്ട് മാധ്യമപ്രവർത്തകർ എന്നതടക്കമാണ് പറയുന്നത്. മോത്തി, ഇതിൽ പ്രധാനമായും വെള്ളാപ്പള്ളി നടേശൻ എന്ന ഒരു വ്യക്തിയുടെ വാർത്താ സമ്മേളനമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റില്ല. മറിച്ച് SNDP പോലെയുള്ള ഒരു സമുദായ സംഘടനയുടെ ജനറൽ സെക്രട്ടറി വിളിച്ചു ചേർത്തിട്ടുള്ള വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉയർത്തിയിട്ടുള്ളത്. ഒരു മാധ്യമപ്രവർത്തകൻ്റെ ആക്ഷേപിക്കുന്നതിനപ്പുറത്തേക്ക് സമുദായത്തിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും കിട്ടാതിരിക്കുന്നു, അതിനൊരു രാഷ്ട്രീയ പാർട്ടി ഇടങ്കോലിടുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. മുസ്ലിം സമുദായത്തെയല്ല, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ നിലപാടിനെയാണ് വിമർശിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു വിമർശനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് തന്നെ പ്രധാനമായിട്ടും മുഖ്യമന്ത്രിക്കൊപ്പം അദ്ദേഹം കാറിൽ സഞ്ചരിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിനെത്തിയ സംഭവം മുതലുള്ള വിഷയങ്ങളാണ്. അതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് വെള്ളാപ്പള്ളി നടേശൻ ഒപ്പം കൂടിയതിന് തിരിച്ചടിയായിട്ടുള്ളൂ എന്നുള്ള ചോദ്യങ്ങൾക്ക് ആദ്യഘട്ടങ്ങളിലെല്ലാം തന്നെ അത്തരമൊരു തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നാണ് CPM നേതാക്കൾ, പ്രത്യേകിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതെങ്കിൽ CPI അതിനെതിരെ ശക്തമായ തിരിച്ചടിയുമായാണ് എത്തിയത്. അവർ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശന്റെ കാറിലേക്ക് ഞാനാണ് കയറില്ല എന്ന് ഇന്നലെ ബിനോയ് വിശ്വം ഉറപ്പിച്ചു പറയുന്നു. അതിന് മുഖ്യമന്ത്രി മറുപടി പറയുന്നു. തുടർന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന മതവിദ്വേഷപരമായിട്ടുള്ള പ്രസ്താവനകളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, എന്നാൽ അദ്ദേഹത്തിന്റെ മതനിരപേക്ഷ നിലപാടുകൾക്കൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത്, ആ മതേതരത്വ നിലപാടിനൊപ്പം തിരുന്നു, മറ്റുള്ളവയെല്ലാം തള്ളിക്കളയുന്നു എന്നാണ് ഗോവിന്ദൻ മാഷും പറയുന്നത്. ഇതെല്ലാം നിൽക്കുമ്പോഴാണ് വീണ്ടും പ്രകോപിതമായ രീതിയിലേക്ക് വെള്ളാപ്പള്ളി നടേശന്റെ വാർത്താ സമ്മേളനം വരുന്നത്. അതിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഓരോന്ന് പോലും കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദങ്ങൾക്ക് തടസ്സം നിൽക്കുന്നതാണ്. ഇതിനു മുമ്പും ഇത്തരം രീതിയിലുള്ള വാർത്താ സമ്മേളനങ്ങൾ നടത്തുകയും പ്രസ്താവന നടത്തുകയും വെള്ളാപ്പള്ളി നടേശൻ ചെയ്തിട്ടുണ്ട്. അന്നെല്ലാം തന്നെ ഇത്തരം പ്രതിസന്ധികൾ ഉടലെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ വീണ്ടും മുന്നണി രാഷ്ട്രീയത്തിൽ വളരെ വ്യക്തമായ രീതിയിലേക്ക് ഏതെങ്കിലും ഒരു സമുദായത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയോ ലക്ഷ്യമിട്ടുകൊണ്ട് അദ്ദേഹം നടത്തുന്ന നീക്കങ്ങൾ ഒരു അതിര് വിടുന്നു എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ സാധിക്കും. അന്ന് മാത്രമല്ല CPI CPM ബന്ധത്തിനിടയിലേക്ക് തൻ്റെ നിലപാട് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാട് CPM-ന് നൽകേണ്ടി വരും എന്ന് മാത്രമല്ല CPI-ക്ക് ഇനിയും ഇത്തരം പ്രസ്താവനകൾ തുടർച്ചയായി നടക്കുമ്പോൾ അതിലുള്ള പ്രതികരണവും പറയേണ്ടതുണ്ട്. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നു. യാതൊരു മാറ്റവും അതിലില്ല, പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത്, ആവർത്തിക്കാനുള്ളതെന്ന് പറയുന്നു. ഈ CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് വെള്ളാപ്പള്ളിയുടെ ഈ നിലപാട്. നിലവിൽ ഇതേ നിലപാടിൽ മുന്നോട്ട് പോകുമ്പോൾ CPI ഏത് രീതിയിലായിരിക്കും ഇനി ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുക? CPM അല്ലെങ്കിൽ LDF സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് അവർ ഉയർത്തിക്കാണിക്കുന്നത് കഴിഞ്ഞ 9 വർഷമായിട്ട് കേരളത്തിൽ യാതൊരു തരത്തിലുള്ള സാമുദായിക സ്പർദ്ധയോ സാമുദായിക കലാപമോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വർഗീയ ശക്തികൾക്ക് യാതൊരുവിധ ഇടപെടലുകളും കഴിഞ്ഞ 9 വർഷമായിട്ട് സംസ്ഥാനത്ത് നടത്തുവാൻ സാധിച്ചിട്ടില്ല എന്നും അത് ഞങ്ങളുടെ ഭരണ നേട്ടമായും CPM-ഉം CPI-യും എല്ലാം ഉയർത്തിക്കാണിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം ഒരു പരാമർശം നടത്തുന്നതും ആ പരാമർശം സാമുദായികപരമായ സൗഹാർദ്ദത്തിന് തടസ്സം നൽകുന്ന രീതിയിലേക്കുള്ള പരാമർശമായി മാറുകയും ചെയ്യുന്നത്. ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ നിലയിൽ LDF സർക്കാരിന് ഇതിന് മറുപടി നൽകേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല CPM CPI പോലെയുള്ള സംഘടനകൾ മതേതരത്വ നിലപാടുകൾ ഉറച്ചു നിൽക്കുകയും വർഗീയ കക്ഷികൾക്കെതിരെ സന്ധിയില്ലാതെ സമരം ചെയ്യുകയും ചെയ്യുന്ന CPM-നെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനുമായി ഏത് തരത്തിലാണ് ഇനി സഹകരിച്ച് പോകാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയായിട്ട് വരും. ഒരു കാര്യം ഉറപ്പാണ്, ഈഴവ സമുദായത്തെ മുഴുവനായി പ്രതിനിധീകരിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ, നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ സമുദായത്തിന്റെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലേക്ക് അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങൾ അത് സമുദായ സൗഹാർദ്ദത്തിന് തിരിച്ചടിയാകുന്ന തരത്തിലുള്ളതാണെങ്കിൽ അദ്ദേഹത്തെ തിരുത്തേണ്ടതിന്റെ ഉത്തരവാദിത്വവും ഈ സംഘടനകൾക്കുണ്ട്. എന്ന് മാത്രമല്ല സർക്കാരിന് ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ വെള്ളാപ്പള്ളി നടേശനുമായി ഒരു അകലം പാലിക്കേണ്ടി വരും. ആ അകലം പാലിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദത്തെ ബാധിക്കുന്നതായിരിക്കും. അത്തരം ഒരു തിരുത്തലിന് വേണ്ടിയുള്ള ശ്രമം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPM-നും CPI-ക്കും ഉണ്ടാകേണ്ടതാണ്. എന്ന് മാത്രമല്ല ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അതെല്ലാം ആരോപണങ്ങളായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിന്റെ വാദം അനുസരിച്ചുള്ള കാര്യങ്ങൾ നോക്കുക തന്നെയെങ്കിൽ അതിലെല്ലാം സ്വാഭാവികമാണ് മലപ്പുറത്തെ അദ്ദേഹം തള്ളിപ്പറയുന്നു, അല്ലെങ്കിൽ മലപ്പുറത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹം തള്ളിപ്പറയുന്നു. ഇതെല്ലാം മതസൗഹാർദ്ദത്തിന് തിരിച്ചടിയാകുന്ന രീതിയിലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. വെള്ളാപ്പള്ളി നടേശന്റെ ഈ വാദങ്ങളെ, പ്രസ്താവനകളെ, നിലപാടുകളെയൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുക മാത്രമാണ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നമ്മുടെ വർഗീയപരമായ ഈ ഇത്തരം ഇടപെടലുകളെ മാറ്റി നിർത്തുക തന്നെയാണ് വേണ്ടത്. നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിന് യോജിക്കുന്ന തരത്തിൽ അല്ല ഈ പ്രതികരണങ്ങൾ എന്നത് വ്യക്തവുമാണ്.